ഹലോ മച്ചമാരെ, എസ് ന്യൂസിലേക്ക് സ്വാഗതം. ദിലീപ് നായകനായി എത്തിയ പവി കെയർടേക്കർ എന്ന ചിത്രം ഇന്ന് റിലീസായിട്ടുണ്ട്. ഇന്ന് ഈ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരുമ്പോൾ മികച്ച രീതിയിലുള്ള ഒരു കളക്ഷനാണ് കേരള കളക്ഷൻ കാണാൻ കഴിയുന്നത്. സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിനീത് കുമാറാണ്. നമുക്കറിയാം, സിനിമ നടനായിരുന്ന വിനീത് കുമാറാണ്. അതേപോലെ തന്നെ പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത് ദിലീപ്, ധർമ്മജൻ, ജോണി ആൻ്റണി തുടങ്ങിയവരാണ്. എന്തായാലും ദിലീപിൻ്റെ ടിപ്പിക്കൽ സിനിമകളുടെ ലെവലിലേക്ക് വരുന്ന ഒരു ചിത്രമായിട്ട് തന്നെയാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. ഇന്ന് ഈ സിനിമയുടെ ഫൈനൽ കളക്ഷൻ വന്നിരിക്കുന്നു. ആദ്യ ദിനത്തെ 521 ഷോകളിൽ നിന്ന് 85,60,071 രൂപയാണ് വന്നിരിക്കുന്നത്. ഇതിനകത്തിൽ തന്നെ ട്രാക്കേഴ്സ് പറയുന്നു 15ഓളം ഹൗസ്ഫുൾ ഷോകളും 50-ന് മുകളിലുള്ള ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളുമാണ്. ഇന്ന് നമുക്കറിയാം, ഒരു ഇലക്ഷൻ ദിനമായിരുന്നു. ഇലക്ഷൻ ദിനത്തിൽ ഉച്ചയ്ക്കായിരുന്നു സിനിമയുടെ റിലീസ്. അതായത് 12 മണിയുടെ ഷോകളായിരുന്നു ആദ്യമെങ്കിൽ, അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും റിലീസ് അല്ലെങ്കിൽ തിയേറ്ററുകളിൽ സിനിമ ഇല്ലായിരുന്നു ഒരു കാര്യമുണ്ടെന്ന്. പലയിടത്തും മൾട്ടിപ്ലക്സുകളിലൊക്കെ 4 മണിക്കൊക്കെയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഷോ നടന്നിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് 43% ഒക്യുപ്പൻസിയാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 56,000-ന് മുകളിലുള്ള ആളുകൾ ഈ സിനിമ കണ്ടു. എന്തായാലും തുടക്കം ഗംഭീരമായിരിക്കുന്നു. ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷം ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടി ഒരുങ്ങുന്ന ചിത്രമായിരുന്നു പവി കെയർടേക്കർ. കഴിഞ്ഞ ദിവസം വികാരഭരിതനായി ദിലീപ് തന്നെ ആ ഒരു കാര്യം ഉന്നയിക്കുകയുമുണ്ടായി. കാരണം ഇത് വിജയിക്കുക അത്യാവശ്യമാണ്. ഫിയോക്കാണ് ഈ സിനിമ കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. മികവോട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്ന. ആദ്യ അഭിപ്രായങ്ങളിൽ സിനിമ നല്ലത് എന്നുള്ള ഒരു പേര് തന്നെ വന്നിരിക്കുന്നു. ഇന്ന് ഈവനിങ് ഷോസുകൾ കഴിയുമ്പോൾ കുടുംബങ്ങൾ ഏറ്റെടുക്കുന്നതായി കാണാം. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെ കൊണ്ട് കാണിക്കാൻ കഴിയുന്ന സിനിമ എന്നുള്ള ലേബലിലേക്ക് വന്നു. ദിലീപ് സിനിമകളെല്ലാം തന്നെ നമുക്ക് അങ്ങനെ തന്നെയാണ് പ്രിയങ്കരമാകുന്നത്. വീണ്ടും വീണ്ടും കാണാനുള്ള റിപ്പീറ്റഡ് വാല്യൂസ് ഉള്ള, കുട്ടികൾക്ക് കാണാൻ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് കാണാനുള്ള ഒരു സിനിമ എന്നുള്ള പേരിൽ ഇന്ന് കളക്ഷൻ ഇതുവരെ വന്നിരിക്കുന്നത് 85 ലക്ഷം രൂപയാണെങ്കിൽ ഗ്രോസ് ആയിട്ട് വരാൻ പോകുന്നത് 1.25 കോടി, 1.30 കോടി രൂപ വരെയായിരിക്കാം. വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് 2.5 കോടിയോളമാണ് കളക്ഷൻ വന്നിരിക്കുന്നത് എന്നാണ് ഇതുവരെ കിട്ടിയ റിപ്പോർട്ട്. അതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണം ഇനിയും വരാനിരിക്കുന്നു. എന്തായാലും നാളെ ഉച്ചയോടുകൂടിയായിരിക്കാം ആ ഡീറ്റെയിൽസ് ഒഫീഷ്യലായിട്ട് വരിക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.